ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇഷ ടോക്കീസ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സിൻഡ്രല്ല എന്ന മൂവിയാണ്. ഇതൊരു രാജകുമാരിയുടെ കഥയല്ല, ഇതൊരു സാധാരണ പെൺകുട്ടി ധൈര്യവും കരുണയും കൈവിടാതെ ജീവിതം നയിച്ച കഥയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂടി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല എന്ന കുട്ടി ഒരുപാട് സന്തോഷവും സ്നേഹവും നിറഞ്ഞ കുടുംബത്തിലാണ് വളർന്നത്. അമ്മയും അച്ഛനും എല്ലാം അടങ്ങുന്ന കുടുംബം. എന്നാൽ എലയുടെ അമ്മ പെട്ടെന്ന് രോഗബാധിതയായി മരിക്കുന്നു. അമ്മ മരിക്കുന്നതിന് മുമ്പ് എലയോട് പറഞ്ഞ അവസാന വാക്കുകൾ ധൈര്യമുണ്ടാകണം, കരുണ കാണിക്കണമെന്നാണ്. ഈ വാക്കുകളാണ് എലയെ ജീവിതം മുഴുവൻ നയിച്ചത്. വർഷങ്ങൾക്ക് ശേഷം എലയുടെ അച്ഛൻ കച്ചവട ആവശ്യത്തിനായി പോകുമ്പോൾ അവിടെ വെച്ച് ഭർത്താവ് മരിച്ച ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുന്നു. ആ സ്ത്രീ വിവാഹം കഴിച്ചോട്ടെ എന്ന് അദ്ദേഹം എലയോട് സമ്മതം ചോദിക്കുന്നു. എലയും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ വിവാഹം കഴിക്കുന്നു. അങ്ങനെ എലയ്ക്ക് ഒരു സ്റ്റെപ്പ് മദറും 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സും വരുന്നു. അവളുടെ അച്ഛൻ ബിസിനസ് ആവശ്യങ്ങൾക്കായി വീണ്ടും ദൂരേക്ക് പോകുന്നു. ആ സമയം അവളുടെ രണ്ടാനമ്മയും സഹോദരികളും അവളെ ഒരു വേലക്കാരിയായാണ് കാണുന്നത്. അവൾ ഒന്നും തിരിച്ചു പറയാതെ അച്ഛന് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ അച്ഛൻ്റെ അപകടത്തിൽ മരിച്ചു എന്ന വിവരം എല അറിയുന്നു. അച്ഛൻ മരിച്ചതോടെ എലയുടെ ജീവിതം പൂർണ്ണമായി മാറി. അവളുടെ രണ്ടാനമ്മയും അവരുടെ മക്കളും അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. വീട്ടിലെ രാജകുമാരി ആയിരിക്കേണ്ട അവൾ ഒരു സേവികയായി മാറി. അവർ അവളുടെ പേരും മാറ്റി, സിൻഡ്രല്ല, കരിപിരുണ്ട പെൺകുട്ടി. എങ്കിലും അവളുടെ മനസ്സ് മാറിയില്ല. അവൾ ഇന്നും എല്ലാവരോടും കരുണയോടെ പെരുമാറി. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അവർ അവളെ അനുവദിച്ചില്ല. അതീവ ദുഃഖിതയായ അവൾ കുറച്ചു സമയം എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോൾ സിൻഡ്രല്ല ഒരു അജ്ഞാതനെ കാണുന്നു. അവൾക്കറിയില്ല അവൻ ആ രാജ്യത്തിന്റെ പ്രിൻസ് ആണെന്ന്. അവൻ അവിടെ മാനിനെ വേട്ടയാടാൻ വന്നതാണ്. എന്നാൽ മൃഗങ്ങളോടൊക്കെ വലിയ ഇഷ്ടമുള്ള സിൻഡ്രല്ല അതിനെ എന്തിനാ കൊല്ലുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അവരുടെ ഇടയിൽ ഒരു നിഷ്കളങ്കമായ സൗഹൃദം തുടങ്ങുന്നു. പ്രിൻസിന് അവളുടെ സാധു സ്വഭാവവും കരുണയും ഇഷ്ടപ്പെടുന്നു. രാജാവിന് പ്രിൻസിന്റെ വിവാഹം നടത്തണമെന്ന് ആഗ്രഹമുണ്ടാവുന്നു. അങ്ങനെ എല്ലാ രാജ്യത്തിലെ രാജകുമാരികളെ വിളിച്ചു വരുത്തി ഒരു പാർട്ടി നടത്താമെന്ന് രാജാവ് തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ പ്രിൻസിന് സിൻഡ്രല്ലയോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. രാജ്യത്തുള്ള മറ്റാളുകളും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ പാർട്ടി നടത്താമെന്ന് പ്രിൻസ് പറയുന്നുണ്ട്. ആ പാർട്ടിയെ സിൻഡ്രല്ല വന്നാൽ അവളെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നോർത്താണ് പ്രിൻസ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ പാർട്ടിയെക്കുറിച്ച് രാജ്യത്തെ എല്ലാ സ്ത്രീകളും അറിയുന്നു. സിൻഡ്രല്ലയ്ക്കും ആ പാർട്ടിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ദിവസമെങ്കിലും ഒരു രാജകുമാരിയെ പോലെ ഫീൽ ചെയ്യാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ സ്റ്റെപ്പ് മദർ അവളെ പോകാൻ അനുവദിച്ചില്ല. അവൾ തുന്നിയ ഡ്രസ്സ് പോലും അവർ കീറി നശിപ്പിച്ചു. അതിനുശേഷം രണ്ടാനമ്മയും അവരുടെ മക്കളും പാർട്ടിക്ക് പോകുന്നുണ്ട്. സിൻഡ്രല്ലയ്ക്ക് സങ്കടമാവുന്നു. അവൾ ഒറ്റയ്ക്കിരുന്ന് കരയാൻ തുടങ്ങുന്നു. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. ഫെയറി ഗോഡ് മദർ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അവൾക്ക് പാർട്ടിക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഫെയറി ഗോഡ് മദർ അവൾക്ക് കൊടുക്കുന്നു. പംകിൻ ഭംഗിയുള്ള കാരേജായും, എലികളെ കുതിരകളായും, പഴയ വസ്ത്രങ്ങൾ സുന്ദരമായ രാജകീയ ഗൗണായും, ചെരുപ്പുകൾ ഗ്ലാസ് ചെരുപ്പുകളായും അവർ മാറ്റുന്നു. പക്ഷേ ഒരു നിയമം മാത്രം: 12 മണി കഴിഞ്ഞാൽ ഈ മായാജാലമെല്ലാം അവസാനിക്കും. അതിനു മുൻപ് തിരികെ എത്തണം. സിൻഡ്രല്ല എല്ലാം സമ്മതിക്കുന്നു. സിൻഡ്രല്ല പാർട്ടിയിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ കണ്ണുകളും അവളിലേക്കാണ്. പ്രിൻസ് അവളെ കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അവർ ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു. അവൾ സമയം മറന്നു പോകുന്നുണ്ട്. പ്രിൻസ് അവളെ അവരുടെ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് താനാണ് രാജാവെന്ന സത്യം അവൻ അവളോട് പറയുന്നുണ്ട്. അവളുടെ പേര് ഇതുവരെ അവൾ അവനോട് പറഞ്ഞിരുന്നില്ല. പേര് ചോദിക്കുമ്പോഴാണ് അവിടുത്തെ ക്ലോക്ക് അവൾ ശ്രദ്ധിക്കുന്നത്. 12 മണിയാകാൻ പോകുന്നു. 12 ആയാൽ മായാജാലം അവസാനിക്കുമെന്ന് അവൾ ഓർക്കുന്നു. അവൾ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. പോകുന്ന വഴി അവളെ രാജാവിനെ കാണുന്നു. നിങ്ങളുടെ മകൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം രാജാവായാൽ രാജ്യം നന്നായി തന്നെ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ രാജാവ് അവളിൽ ഇംപ്രസ് ആവുന്നുണ്ട്. അവളുടെ പുറകെ പ്രിൻസും ഓടി വരുന്നുണ്ട്. അവൾ ഓടിപ്പോകുന്ന വഴിയിൽ അവളുടെ ഒരു ഗ്ലാസ് ചെരുപ്പ് അവിടെ വീഴുന്നു. പ്രിൻസ് അവളെ ആ ചെരുപ്പ് വെച്ച് കണ്ടെത്താൻ തീരുമാനിക്കുന്നു. 12 മണിയാകുമ്പോൾ മായാജാലമെല്ലാം അവസാനിക്കുന്നു. എല്ലാം പഴയ പോലെ ആകുന്നു. എന്നാൽ അവളുടെ ചെരുപ്പ് മാത്രം മാറുന്നില്ല. അവൾ ആ ചെരുപ്പ് ആരും കാണാതെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അടുത്ത ദിവസം രാജാവിന്റെ ഉത്തരവ് വരുന്നു. ഈ ചെരുപ്പ് ഏത് പെൺകുട്ടിക്ക് പറ്റുന്നുവോ അവളാണ് രാജകുമാരി. ഇത് കേട്ട് സിൻഡ്രല്ല വീട്ടിൽ ചെന്ന് ചെരുപ്പ് നോക്കുമ്പോൾ ആകട്ടെ അതവിടെയില്ല. അവളുടെ സ്റ്റെപ്പ് മദർ അതെടുത്തിരുന്നു. ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നത് സിൻഡ്രല്ലയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവർ ദേഷ്യത്തിൽ ആ ചെരുപ്പ് പൊട്ടിച്ചു കളയുന്നു. ഇതേസമയം രാജ്ഭവനിലെ സൈനികർ ഓരോ വീട്ടിലും കയറി ചെരുപ്പ് പരീക്ഷിക്കുന്നു. സ്റ്റെപ്പ് മദർ സിൻഡ്രല്ലയെ ചെരുപ്പ് പരീക്ഷിക്കാൻ അനുവദിക്കുന്നില്ല. അവളെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നുണ്ട്. പക്ഷേ അവസാന നിമിഷത്തിൽ സിൻഡ്രല്ല ആ ചെരുപ്പ് അണിയുന്നു. അത് പൂർണ്ണമായും ഫിറ്റാകുന്നു. പ്രിൻസ് അവളെ തിരിച്ചറിയുന്നു. അവളൊരു സേവികയല്ല, അവൾ തന്നെയാണ് അവൻ്റെ രാജകുമാരി എന്ന് അവൻ മനസ്സിലാക്കുന്നു. അവളുമായി അവൻ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് അവളുടെ സ്റ്റെപ്പ് മദറിനെ അവൾ കാണുന്നത്. എൻ്റെ അമ്മ എല്ലാവരോടും ക്ഷമിക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാലത്ത് ചാരത്തിൽ കിടന്ന പെൺകുട്ടി ഒരു രാജ്യം ഭരിക്കുന്ന റാണിയായി മാറുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.